കൂനിമ്മേ കുരു എന്ന് പറഞ്ഞതുപോലെയായി ഇപ്പൊ കാര്യങ്ങൾ. കഷ്ടകാലത്ത് കുഷ്ഠം വന്നു എന്ന് പറയുന്ന പഴഞ്ചൊല്ലല്ലേ കുറച്ചുകൂടെ നല്ലത്. മിണ്ടി പോരുത്. നിങ്ങളല്ലേ പറഞ്ഞത് വർഗീയതയ്ക്ക് ഭയങ്കര മാർക്കറ്റ് കയറി പിടിച്ചോളാൻ. ബെറ്റ് വെച്ച കാര്യം അമ്മ മറന്നിട്ടില്ലല്ലോ. അതെന്ത് ചോദ്യമാ? ഏതെങ്കിലും അമ്മ പെറ്റുവെച്ച മോനെ മറക്കൂ? ഇവരല്ലേ ഞാൻ ഇലക്ഷന് തോക്കുമെന്ന് ബെറ്റ് വെച്ചിരിക്കുക രണ്ടുപേരും. കലേഷേ, ഞങ്ങൾ ബെറ്റ് വെച്ച് നീ തോൽക്കാൻ വേണ്ടിയല്ല, നിനക്ക് നന്നായിട്ടറിയാം. 14 വർഷം ഇവിടുത്തെ MLA ആയിരുന്നു നിന്റെ അച്ഛൻ. ഇവിടെ എല്ലാവർക്കും അദ്ദേഹത്തെ ഒരുപോലെ ഇഷ്ടമായിരുന്നു. നീ ജയിച്ചത് അച്ഛൻ മരിച്ചതിലുള്ള സഹതാപതരംഗം കൊണ്ടാണെന്നല്ലേ എല്ലാവരും പറഞ്ഞത്. എന്നാൽ അതല്ല, അത് അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച സമയത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ജാതിയും മതവും നോക്കിയിട്ടല്ല. സത്യം. അകത്തുണ്ടോ? ഉണ്ട്. സുഖം തന്നെയല്ലേ? എല്ലാരും ഉണ്ടല്ലോ. ഇവരെല്ലാം അറിയില്ലേ? ഇതാണ് കലേഷിന്റെ ഭാര്യ ചിത്ര. പാടൂ? ഇല്ല, കല്യാണത്തിന് കണ്ടതിനേക്കാളും തടിച്ചിട്ടുണ്ട്. ഏയ്, അത് ചുരിദാറിന്റെയാ. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ചായയോ അതോ ജ്യൂസോ? എന്തായാലും ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റാ? അത് നസീറിനെ അറിയൂ. അവൻ ദുബായിൽ നിന്ന് വിളിക്കാറുണ്ടോ? ഇടയ്ക്ക് വിളിക്കും. അവൻ അവിടെ ഏതോ ശ്രീലങ്കക്കാരൻ്റെ കൂടെ കരാമയിലൊരു ഷെയറിംഗ് അപ്പാർട്ട്മെന്റിലാണ് താമസം. ഈ പറഞ്ഞ ശ്രീലങ്കക്കാരൻ അയാളുടെ നാട്ടിൽ ഇതിലും വലിയ വീടാണ് പണിതിട്ടിരിക്കുന്നത്. എന്നെ എന്റെ ഗൃഹപ്രവേശത്തിന് വിളിച്ചതാ. എനിക്ക് വരാൻ പറ്റിയില്ല. ആന പ്രശ്നം കഴിഞ്ഞോ? അതൊക്കെ സോൾവ് ചെയ്തു. ഞാൻ അന്ന് പറഞ്ഞ പെറ്റോ സാറിന് ആനയാ. ഇവിടെ നിൽക്കുകയാണോ? ചായ ഇങ്ങോട്ട് എടുക്കട്ടെ? വേണ്ട, അങ്ങോട്ട് വരാം. അല്ല, ഈ കലേഷ് താമസിക്കുന്ന വീട് പൂട്ടിയിട്ടിരിക്കുകയാണോ? ഇല്ല, അത് ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുക. അയ്യോ, ഇന്നത്തെ കാലത്ത് വീട് വാടകയ്ക്ക് കൊടുക്കാനേ പാടില്ല. പാവന്മാര് വാടകയും കൃത്യമായി തരുന്നില്ല, കൂടെ വീടും വൃത്തിയേടാക്കും, പിന്നെ പറയുന്ന സമയത്ത് ഒഴിഞ്ഞു വരത്തുമില്ല. പക്ഷെ കലേഷ് സാറിന്റെ വീട്ടിൽ താമസിക്കുന്ന ആള് സാത്വികനും പരമസത്യസന്ധനും സൽഗുണ സമ്പന്നനുമാണ്. ആരാണ് അയാൾ? ഞാനാണ് അയാൾ. വീട്ടിൽ നിന്ന് എന്ത് കൊടുത്താലും വേണ്ട, പുറത്തുനിന്നാണെങ്കിൽ കഴിച്ചോളൂ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അങ്ങനെയാ. ചുരിദാറിൻ്റെതല്ല, തടിച്ചിട്ടുണ്ട്. സുംബ ഒന്ന് ട്രൈ ചെയ്യും. ശരിയാ, എനിക്കും അതാ തോന്നുന്നു. ഇനി വിളിച്ചില്ല പറഞ്ഞില്ല എന്നൊന്നും പറയണ്ട. ഈ വരുന്ന ഞായറാഴ്ച രാവിലെ പള്ളിയിൽ വെച്ച് ഇവളുടെ ആദ്യ കുർബാനയാണ്. അത് കലകി. എല്ലാരും വരണം. വൈകുന്നേരം ഒരു ചെറിയ പാർട്ടിയുണ്ട്. പിന്നെ ഉദയന് പ്രത്യേകിച്ച് കാടൊന്നും വേണ്ടല്ലോ. വരുമല്ലോ? 24 ഞാൻ ഒരിക്കലും മറക്കില്ല. വരണം. മോന്റെ ചേച്ചിക്ക് കുറെ സമ്മാനങ്ങളൊക്കെ കിട്ടൂലേ? അതേപോലെ ഒരാൾക്ക് കൊടുക്കാനുള്ള സമ്മാനായി കൂട്. പുതിയ ഫോൺ കൊള്ളാം. നീ അതുമട്ട് കുത്തി അതിന്റെ ബാറ്ററി കളയിലട്ടോ. ഇതിന്റെ ചാർജ് നല്ലോണം നിൽക്കുന്ന ഫോണ്. 3000 mAh ബാറ്ററിയാ. നീ ഇവിടെ നിന്നാൽ എങ്ങനെയാ? നിന്റെ വീട്ടിൽ ചായ സൽക്കാരം നടക്കല്ലേ? ഞാൻ ചെറുതായിട്ട് എന്നെ ആരും ഒന്നിനും കൂട്ടൂല. വലിയവർക്ക് പറ്റാത്ത പല കാര്യങ്ങളും ചെറിയവർക്ക് പറ്റുന്നേ. നിനക്കെപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ പറ്റണല്ലേ? ഈ വർഗീസിന് പുറയിലേക്ക് പറക്കാൻ പറ്റുന്ന ഒരു കിളി ഏതാണെന്നറിയാമോ? ഞാൻ പറഞ്ഞേരട്ടെ, തേൻ കുടിക്കണ കുരുവി. അതിങ്ങനെ മുമ്പോട്ട് പോയി തേൻ കുടിക്കും, പിന്നെയും പുറകിലോട്ട് വരും, പിന്നെയും മുമ്പോട്ട് പോവും, പുറകിലോട്ട് വരും. അങ്ങനെ പോയി 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 ആ മൊബൈലിഞ്ഞോട്ടാ പോയി. One minute, please. നമ്മുടെ ഒരു പരിചയക്കാരനടുത്ത് മറ്റോന്ന് പറഞ്ഞിരിപ്പുണ്ട്. ചേട്ടൻ വിചാരിച്ച കച്ചവടം ചെയ്തിരാൻ പറ്റും. സംഭവം നടന്ന് നല്ല കമ്മീഷൻ മേടിച്ചരാ. സാധനം ഇപ്പൊ വയനാടാണ്. എന്ത്? വെള്ളി മൂങ്ങ. കളർ കണ്ട് ഇഷ്ടപ്പെട്ട എടുത്താൽ മതി. സിൽവർ പെയിന്റ് അടിച്ചു പോലിരിക്കും. നമ്മള് തമ്മി കണ്ടിട്ടില്ലാട്ടോ. അല്ല, ഒരെണ്ണം വെറൈറ്റി കളർ കണ്ട് ഇഷ്ടപ്പെട്ട എടുത്താന്ന് പറഞ്ഞാൽ എനിക്കും വേണ്ടി. ബഹുമാനപ്പെട്ട വൈക്കം മുനിസിപ്പൽ കോടതി OS നമ്പർ 113/2017 എബ്രഹാം മുതൽ പേർ വാദിയായുള്ള പരാതിയിന്മേലുള്ള തീർപ്പ്. 1994 മുനിസിപ്പാലിറ്റി ആക്ട് 444 വകുപ്പ് പ്രകാരം
സമീപവാസികളുടെ സ്വൈര ജീവിതത്തിന് തടസ്സമായ ഫാം 15 ദിവസത്തിനകം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്ന് സിവിൽ നടപടി നിയമം 1908-ലെ 39-ാം ഉത്തരവും 1-ാം ചട്ടപ്രകാരവും വിധിയാവുന്നു. ഈ ആദ്യ കുർബാന നടന്നു എന്ന് പറയുന്ന പെൺകുട്ടിക്ക് എത്ര വയസ്സ് പ്രായം വരും? അറിയില്ല സാറേ. നിങ്ങൾ എത്ര പണിക്കാരുണ്ടായിരുന്നടാ? 5 4 പേരാ സാർ. 5 4 സത്യം പറയടാ. 5 അന്യ സംസ്ഥാനക്കാർ എത്ര പേരുണ്ടായിരുന്നടാ? ഒരാളുണ്ടായിരുന്നു സാറേ. എത്ര? ഒരാളാ. എല്ലാവരും ID പ്രൂഫ് കൊണ്ട് തരണം. ഓ പോലീസുകാർ തിരിച്ചും മറിച്ചും ഒക്കെ ആയിട്ട് പല ചോദ്യങ്ങളും ചോദിക്കും. നീ അപ്പുറത്തെ ആളുമായിട്ട് കൂട്ടുമില്ല, അങ്ങോട്ട് പോകാറുമില്ലെന്നേ പറയാവൂ. ആരായാലും ഈ ചെയ്തത് ഇച്ചിരി കടുങ്കയായിപ്പോയി. അയാളുടെ വൈരാഗ്യമുള്ള ആരെങ്കിലും ആയിരിക്കും. പോയി. അതെ, എന്താ എന്റെ 1.5 ലക്ഷം രൂപ വിലയുള്ള തത്തയാട്ടോ കളവ് പോയത്. ഒരു തത്തയ്ക്ക് 1.5 ലക്ഷം രൂപ? അത് വെറും തത്തയല്ലെന്നേ. സാറിനൊരു കാര്യം അറിയാമോ? ഇന്നലെ വൈകിട്ട് ഞാൻ ഈ കൂട് പെയിന്റ് അടിക്കാൻ വേണ്ടി ഇതിൽ കിടന്ന തത്തേനെ ഇവിടെ ഈ കൂട്ടി കൊണ്ടിട്ടതാ. ഇവിടുന്ന് അത് കളവ് പോയേക്കണേ. സാറേ, ഞാനതിനെ വേറെ ആൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചായിരുന്നതാ. സാർ അതിനെ എങ്ങനെയെങ്കിലും എനിക്ക് കണ്ടുപിടിച്ചു തന്നോട്ടോ. തനിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? പറഞ്ഞതോ ശരി. ഓക്കെ. എന്നെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി ചില മാന്യന്മാരെ കച്ച കെട്ടി ഇറങ്ങിയേക്കല്ലേ. എനിക്ക് അവരെയൊക്കെ സംശയാന്നേ. ഗോതമ്പ് കഞ്ഞി എടുത്ത് വെക്കണേ. സാറേ, എനിക്കതിനെ കിട്ടണം. ഞാനതിനെ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കണതാ. താൻ സമാനപ്പെടോ, നമുക്ക് വഴി ഉണ്ടാക്കാം. സാറേ, ഇവിടെ അടുത്തൊരു വീട്ടിൽ തത്തയെ കിട്ടിയിടുന്നൊരു ഇൻഫർമേഷൻ ഉണ്ട്. Come on, Mission Macau is on. സാറെന്റെ പുറകെ വാ സാറേ, നമുക്ക് തത്തെ കണ്ടുപിടിക്കുന്നേ. താനാണോ ഞാനാണോ പോലീസ്? ഫോളോ മീ. ആഹാ, തത്ത അകത്തുണ്ട്. സാറിന് ആരാ സാറേ പോലീസിലെടുത്തേ? എന്നതാ സാറേ ഇത്? ഇവിടെ വേറെ ആരാ ഉള്ളത്? ചേട്ടനുണ്ട്, കുളിക്കുവാ. ഈ നേരത്തോ? ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. ഒരു മെക്കാവോ മിസ്സിംഗ് കേസുണ്ട്. അയ്യോ, മെക്കാട്ടിനുമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല സാറേ. സാറേ വാ. ഇങ്ങോട്ട് മാറണം. അയ്യോ അയ്യോ, ചേട്ടന്റെ കുളി തെറ്റിക്കല്ലേ സാറേ. എന്താടോ? ഈ മെക്കാവോ ഇവിടെ എങ്ങനെ എത്തി? അയ്യോ, ഇത് തത്തയല്ലേ? അതെങ്ങനെ ഇവിടെ എത്തി എന്നാ ചോദിച്ചത്? ഇന്നലെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പൊ എന്റെ ഭർത്താവ് എനിക്ക് സമ്മാനമായിട്ട് തന്നതാ ഈ തത്തെ. തത്തയെ സമ്മാനം തരാൻ നിന്റെ ഭർത്താവ് ആരാടി? സൗദി സുൽത്താനോ? പിന്നെ ആരാടി? 24 ഞാൻ ഒരിക്കലും മറക്കില്ല.